ഫാദർ കുർബാന ജനത്തിന് ചൊല്ലുന്നതിൽ നിന്ന് വിലക്കി. പോപ്പ് പറഞ്ഞു, ഇനി വിശ്വാസ തിരുസംഘം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പൊതുവായി കുർബാന ചെല്ലാൻ പാടില്ല. ഒരു കൂദാശകളും നിങ്ങൾ ഇനി കുമ്പസാരം കേൾക്കണ്ട. കുർബാന പ്രൈവറ്റ് ആയിട്ട് മുറിയിൽ ഇരുന്ന് കുമ്പസാരം കേൾക്കണ്ട. എന്തിന്? വരുന്ന കത്തിന് പോലും മറുപടി അയക്കാൻ പാടില്ല. ആരെയും കാണാൻ പാടില്ല. 1931 മുതൽ 33 വരെ 2 വർഷങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ഫാദർ പിയോ എന്ന് പറയുന്ന വിശുദ്ധനെ അപമാനിക്കുകയും, അതിനു മുൻപ് 22 മുതൽ തുടങ്ങിയതാണ്, അത് ക്ലൈമാക്സിൽ എത്തുന്നതാണ്. അങ്ങനെ 2 വർഷം അദ്ദേഹത്തെ കുർബാന ചൊല്ലുന്നതിൽ നിന്ന്, ജനത്തിന് കുർബാന ചൊല്ലുന്നതിൽ നിന്ന് വിലക്കി. അച്ഛൻ ചോദിക്കട്ടെ, എന്തിനുള്ള അവകാശമാണ്? അംഗീകരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള അവകാശം. അല്ലേ? ആ അവകാശം ആരുപേക്ഷിച്ചു? ഈ വിശുദ്ധന് ഒരു പരാതിയും പറയാതെ കുർബാന ചൊല്ലണ്ട, ജനത്തിന് വേണ്ടി കുർബാന ചൊല്ലണ്ടേ? വേണ്ട, ആത്മപരിത്യാഗമാണ്. തെളിയിക്കാനൊന്നും പോയില്ല. പലതരത്തിൽ ആരോപണങ്ങൾ. പണം മോഷ്ടിച്ചു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു. പണം ഫാദർ പിയോയുടെ കുറെ കൂട്ടുകാര് ഫാദർ പിയോയ്ക്ക് ആശുപത്രി പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണേഷൻസ് കൊടുത്തിരുന്നു. അത് വേറെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സഭാധികാരികൾ പറഞ്ഞപ്പോ അത് ഫാദർ പിയോ അംഗീകരിച്ചില്ല. അപ്പോൾ ആ മേഖലയിൽ പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അപവാദങ്ങൾ ഉണ്ടാക്കി, ചില കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് കുമ്പസാരം 1934 കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം തിരിച്ചു കൊടുത്തപ്പോഴും ആദ്യം കുറച്ചു നാള് നിങ്ങൾ പെണ്ണുങ്ങളെ ഒന്നും കുമ്പസാരിപ്പിക്കണം, ആണുങ്ങളെ മാത്രം കുമ്പസാരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അത് നീക്കം ചെയ്തത്. പിന്നെയും കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് സ്ത്രീകളെ കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വൈദികനോട് പറയാണ്, നിങ്ങൾ ആള് ശരിയല്ല, നിങ്ങൾ സ്ത്രീകളെ കുമ്പസാരിപ്പിക്കണ്ട. ആദ്യം പറഞ്ഞു നിങ്ങൾ ആരെയും കുമ്പസാരിപ്പിക്കണ്ട, പിന്നെ പറഞ്ഞു നിങ്ങൾ പുരുഷന്മാരെ മാത്രം. 2 കൊല്ലം കഴിഞ്ഞപ്പോ ഇനി ആരെങ്കിലും കുമ്പസാരിപ്പിച്ചു, അത് പുരുഷന്മാരെ മാത്രം കുമ്പസാരിപ്പിച്ചാ മതി എന്ന് പറയുന്ന രീതിയിൽ എത്രമാത്രം ഹ്യൂമിലിയേഷൻ ആണെന്ന് നോക്കി. അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത്രമാത്രം ഈ അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും ഫാദർ പിയോ എന്ത് ചെയ്തു? അംഗീകരിക്കപ്പെടാനുള്ള, എന്റെ വിശുദ്ധി തെളിയിക്കാനുള്ള അവകാശങ്ങളൊക്കെ പരിത്യജിച്ചു.